അതിനുശേഷം ആ ചുരുളും അതുപോലെ തന്നെ അടച്ച് കെട്ടി പെട്ടിക്കകത്ത് വെച്ച് ബോക്സും അടച്ച് പെട്ടി അടച്ച് അദ്ദേഹം അവിടെ നിന്ന് മാറിപ്പോയി. അപ്പോൾ ഈശോ ഇരിക്കുന്ന ജനത്തിലെ ഓരോരുത്തരുടെ നേരെയും വിരൽ ചൂണ്ടി. ഈ സമയത്ത് ഇത് വായിക്കുന്ന സമയത്ത് എല്ലാവരും ഒന്ന് തലയുയർത്തി നോക്കി. അല്ലെങ്കിൽ ആർക്കും സാധിക്കുകയല്ല ഈശോയുടെ മുമ്പിൽ നിൽക്കാൻ പോലും സാധ്യമല്ല മനുഷ്യപുത്രൻ വരുമ്പോൾ അവന്റെ മുമ്പിൽ നിൽക്കാൻ നമുക്ക് സാധ്യമല്ല. നമ്മൾ ഏത് വലിയ വിശുദ്ധരാണെന്ന് പറഞ്ഞാലും ശരി. കാരണം വിശുദ്ധരൊക്കെ അവിടെ നിൽപ്പുണ്ട്. ആരും ഈശോയുടെ നേരെ സൂക്ഷിച്ചു നോക്കുന്നൊന്നുമില്ല. ഈ കൈ ഇങ്ങനെ ചൂണ്ടി ഈശോ ഓരോരുത്തരുടെയും മുഖത്തേക്ക് എന്നിട്ട് പറഞ്ഞു, പുറമേ നിന്ന് ഉള്ളിലേക്ക് പ്രവേശിച്ച് നിങ്ങളെ അശുദ്ധരാക്കാൻ ഒന്നിനും കഴിയുകയില്ലെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നതാണ് നിങ്ങളെ അശുദ്ധരാക്കിയത്. ഇത് ഏതാനും തവണ ഈശോ ആവർത്തിച്ചു. അതിനുശേഷം കൈതാത്തിയിട്ടപ്പോൾ എല്ലാവരുടെയും തലയും കുനിഞ്ഞു. പിന്നെ ആരും ഈശോയുടെ നേരെ നോക്കുന്നില്ല. കർത്താവ് രണ്ടാമത്തെ ദൂതനെ അടുത്തേക്ക് വിളിച്ചു. അദ്ദേഹത്തിന്റെ കയ്യിലെ ബോക്സിൽ വളരെ വലിയ ഒരു പുസ്തകമായിരുന്നു. ആ ബുക്ക് തുറന്നു വെച്ചു. തുറന്നപ്പോ തിളങ്ങുന്ന താളുകളാണ് അതിലെ ഒരു താള് കയ്യില് ആദ്യത്തെ താള് മറിച്ചപ്പോ അവിടെ ഒരാളുടെ പേരെഴുതിയിട്ടുണ്ട്. ഇനി ഈ നിൽക്കുന്ന സ്ഥലത്തിന്